കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരന് മർദ്ദനം. മയിൽ സ്വദേശി പവനനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സുരക്ഷാ ജീവനക്കാരൻ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഡ്യൂട്ടി ഇരിക്കുന്ന സമയത്ത് ഏകദേശം 11 മണിയായി കാണും. ഒരു ഭാര്യയും ഭർത്താവും വന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 4ാമത്തെ നിലയിൽ പോകണമെന്ന്. ഞാൻ ഇവനോട് പറഞ്ഞു പാസ് ഇല്ലാതെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, നേരടാ എന്തായി ഞാൻ എന്നോട് പാസ് വഹിക്കാൻ മുഖ്യമന്ത്രിയാണെന്ന്. പിന്നെ ഇവൻ ഭയങ്കര തെറി വിളി തുടങ്ങി. തെറി വിളിച്ച് ഞാൻ മറ്റേ മോനെ തെറി വിളിക്കരുത്, അത് മോശമാണ്. അരുൺ പൂപ്പറമ്പയുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഇതെന്താണ് സംഭവിച്ചത്? അരുൺ, ഇന്നലെയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നത്. ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരനാണ് മയിൽ സ്വദേശിയായിട്ടുള്ള പവനൻ. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ഈ അതിക്രമം ഉണ്ടായതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കണ്ണൂർ സ്വദേശികളാണ്. അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷണം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. അവർ ഈ കാഷ്വാലിറ്റി വിഭാഗത്തിൻ്റെ ഇടയ്ക്ക് എത്തുന്നു. അവർക്ക് 4ാം നിലയിലാണ് പോകേണ്ടത്. അപ്പോൾ സുരക്ഷാ ജീവനക്കാരനായി ഉണ്ടായിരുന്ന പവനൻ അവരോട് പറയുന്നു സന്ദർശക പാസ് ആവശ്യമാണ്, 4ാം നിലയിൽ രോഗിയെ കാണണമെങ്കിൽ അത് നിർബന്ധമായും സന്ദർശക പാസ് ആവശ്യമാണ് എന്ന് പറയുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്നുള്ളത് വളരെ മോശമായ ഒരു പ്രതികരണം ഉണ്ടായി എന്നതാണ് ഈ മർദ്ദനത്തിനിരയായിട്ടുള്ള പവനൻ ഉൾപ്പെടെ പറയുന്നത്. എന്താണ് പാസ് ചോദിക്കുക, നീ ആരാണോ, മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ചു. അതിനുശേഷം തെറിവിളി ഉണ്ടായി. പിന്നീട് മർദ്ദനത്തിലേക്ക് കടന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ ആശുപത്രിയിലാണ്. ജില്ലാ ആശുപത്രിയിലെ ഇവിടെ വെച്ചാണ് ഇന്നലെ ഈ ആക്രമണം ഉണ്ടായത് എന്നതാണ് പരാതിയിൽ പറയുന്നത്. ഇത് കാഷ്വാലിറ്റി വിഭാഗമാണ്. ഇതിൻ്റെ തൊട്ട് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയത് പവനൻ നേരിട്ടല്ല, ആശുപത്രി സൂപ്രണ്ടിനെ പരാതി കൈമാറും. സൂപ്രണ്ടാണ് ആ പരാതി എന്തായാലും പോലീസിന് ഇപ്പോൾ കൈമാറിയിട്ടുള്ളതിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സുരക്ഷ അതായത് അല്പസമയം മുമ്പ് ആശുപത്രി ജീവനക്കാരുടെ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റാഫ് കൗൺസിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിലൊരു അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് CCTV ദൃശ്യങ്ങളിലൂടെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സന്ദർശക പാസ് ആവശ്യപ്പെട്ടു. അതിന് തുടർന്നാണ് അതിൽ പ്രകോപിതനായാണ് ഈ അതിക്രമം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മർദ്ദനത്തിരയായിട്ടുള്ള പവനൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസിന്റെ നടപടി കാത്തു നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്നാണ് സ്റ്റാഫ് കൗൺസിൽ ഉൾപ്പെടെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.